പൊന്നു പ്രേക്ഷകരെ ഒരൊറ്റ കാര്യം പറയാം. രാത്രി 3 മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ണിൽ നല്ല ഉറക്കുണ്ട്, അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചത്. വേറൊന്നും വിചാരിക്കല്ലേ, ട്രോളല്ലേ. ഓക്കെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. തൊപ്പി മരിച്ചെന്നും തൊപ്പിയുടെ മൃതദേഹം കിട്ടിയെന്ന കള്ള വാർത്ത വന്നിട്ടുണ്ട്. അതിന് ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിക്കാം. അതായത് തൊപ്പി തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം മമ്മു ചെയ്ത വൃത്തികേട്. മമ്മു 3 മാസം മുമ്പ് 2 കുടുംബം തകർത്തിട്ടുണ്ട്. ആ കുടുംബം കണ്ണീരിലാക്കിയതിൻ്റെ കർമ്മയാണ് ഇന്ന് മമ്മു അനുഭവിക്കുന്നത് പൊന്നു പ്രേക്ഷകരെ. കുറേ അമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് മമ്മുവിൻ്റെ ഫാമിലി നല്ല രീതിയിൽ കരച്ചലിലാണ് ബ്രോ, അതായത് മമ്മു ചെയ്ത എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ വീഡിയോയിൽ കൊണ്ടുവരുമോ എന്ന്. പൊന്നു പ്രേക്ഷകരെ, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു നല്ലതുമില്ല. മമ്മു ചെയ്തത് വൃത്തികേടാണ്. 3 മാസം മുമ്പ് മമ്മു ചെയ്ത ആ ഒരു വൃത്തികെട്ട വീഡിയോ ഞാനിപ്പോൾ വെച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, വരുന്ന വാർത്ത ഇതാണ്. പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ നിന്നാണ്. അതായത് തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ദൃശ്യം കൂടി വരുന്നുണ്ട്. ആ വീഡിയോ ഞാൻ വെക്കുന്നില്ല, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും വ്യാജമായിട്ടുള്ള വീഡിയോ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തൊപ്പിയുടെ ചിത്രമുണ്ട്, തൊപ്പി മരിച്ചു എന്നാണ്. ചിലരൊക്കെ അതിൻ്റെ താഴെ ആദരാഞ്ജലികളും അർപ്പിക്കുന്നുണ്ട്. കുറേ പേര് ഇന്നാലില്ലായി വൈനാലി രാജു എന്നും പറയുന്നുണ്ട്. കുറേ പേര് കണ്ണീര്, കുറേ പേര് ഫേക്ക് എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് AI ആണ്. അതായത് തൊപ്പി തന്നെ സ്വയം നിർമ്മിച്ചതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ ഞാൻ ചിന്തിക്കാനുള്ള കാരണം, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കാം. ഓക്കെ, ഇത് തൊപ്പിക്ക് കേസാവുന്നതിന് മുമ്പ് തൊപ്പി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ തൊപ്പി ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട് AI നിർമ്മിച്ച് എന്തും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റും ഇതിൽ എഴുതിയതും ഒരു വീഡിയോ വന്നതും എല്ലാം, അതായത് തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നത് എല്ലാം AI ആണ്. നമുക്ക് സംശയിക്കാം അത് AI ആണ്, പക്ക AI ആണ്. അത് റിയൽ ഒന്നും അല്ല. റിയൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ തൊപ്പിയെ പോലുള്ള ഒരാള് ഇങ്ങനെ മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ മീഡിയാസ് മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്? ഈ വാർത്ത പരക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഓക്കെ, എനക്കത് AI എന്ന് 100% കൺഫേം ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. ഓക്കെ, അപ്പോൾ തൊപ്പി മരിച്ചിട്ടൊന്നുമില്ല. തൊപ്പി തന്നെ തൊപ്പിയെ വെളുപ്പിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയായി കഴിഞ്ഞാൽ തൊപ്പിക്ക് മാസമായിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ തൊപ്പിയുടെ ഒരു യൂട്യൂബ് ചാനൽ ബാൻ ചെയ്തിട്ടുണ്ട്. പുതിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തൊപ്പി പറയും, ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ, അതുപോലെ എനിക്ക് വന്ന ആരോപണമൊക്കെ ഫേക്കായിരുന്നു, ഇത് ആരോ ഉണ്ടാക്കിയെന്ന് തൊപ്പിക്ക് ഈസി ആയിട്ട് വരാമല്ലോ. ഇത് തൊപ്പി തന്നെ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പൊന്നു പ്രേക്ഷകരെ, അടുത്ത ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് ഈ പറയുന്ന തൊപ്പി അന്ന് പറഞ്ഞത് ഈ MRS ഗ്യാങ്ങിലുള്ള മമ്മു അടങ്ങുന്ന, ഷമീർ അടങ്ങുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യണം. ഇത് കേസായി കഴിഞ്ഞാൽ ഞാൻ പോലീസിന് സഹകരിക്കാം, എന്നെയും പോലീസ് ചോദ്യം ചെയ്യണമെന്നാണ് തൊപ്പി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ തൊപ്പിയാണ് നിലവിൽ മുങ്ങുന്നത്. നമുക്ക് എന്തായാലും തൊപ്പി അന്ന് പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് എന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഡ്രഗ് അടിക്കുന്നുണ്ട് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ടോ? ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ? എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ? തൊപ്പിയോട് ഒരൊറ്റ ചോദ്യം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് തൊപ്പി പേടിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഒളിവിൽ പോകുന്നത്? നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തൊപ്പി പോലീസ് വിളിക്കുമ്പോൾ നീ ചോദ്യം ചെയ്യാൻ പോകണം. പക്ഷേ
ഒരു കാര്യം പറയാം, അങ്ങനെ ചോദ്യം ചെയ്യാൻ പോയാൽ ഒരു പക്ഷേ തൊപ്പി ആദ്യം ഏറിലാവും, തൊപ്പിയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ നിങ്ങളും കാണും, ചിലപ്പോൾ തൊപ്പിയെ ജീപ്പിൽ കയറ്റുന്നത് നമ്മൾ കാണും. എന്നാലും തൊപ്പിയെ ഒരു മാസം കഴിഞ്ഞിട്ട് നിന്റെ സത്യാവസ്ഥ നിനക്ക് ഈസി ആയിട്ട് പുറത്തു വേണം. ഇപ്പോൾ നമ്മുടെ നിയമം, ഇപ്പൊ എന്നെ നാളെ എൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ സങ്കല്പിക്കൂ. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? പിന്നെ പ്രേക്ഷകരെ, സാറുമാർ വെറുതെ ഒന്നും നമ്മളെ കൊടുക്കത്തില്ല. ഇത് ഈ യൂട്യൂബ് മേഖലയിലൊക്കെ ഉള്ള ഈ തൊപ്പിയെ വെറുതെ ഒന്നും കൊടുക്കത്തില്ല. തൊപ്പിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, തൊപ്പിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, വക്കീലന്മാരുണ്ട്, തൊപ്പിക്ക് വേണ്ട എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ തൊപ്പി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് തൊപ്പി പേടിക്കുന്നത്? ഇതിന്റെ അർത്ഥം തൊപ്പി നല്ല രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്തോ മുൻകൂർ ജാമ്യത്തിന് എന്തോ വെയിറ്റ് ചെയ്യുന്നതാണ്. കേരള പോലീസിനോട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മമ്മുവിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് പുച്ഛം മാത്രമാണ് കേരള പോലീസ് നിങ്ങളോട്. അതായത് ഞാനൊരു കാര്യം പറയാൻ പുനഃപ്രേക്ഷകർ, ഇപ്പൊ തൊപ്പി തെറ്റ് ചെയ്താലും ഞാൻ തെറ്റ് ചെയ്താലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തെറ്റ് ചെയ്താലും പിടിക്കപ്പെടാൻ നമ്മൾ ആരും ഇവിടെ കുറ്റം ചെയ്യരുത്. ഓക്കെ, നിയമത്തിന്റെ മുമ്പിൽ കുറ്റം ചെയ്യുന്ന എല്ലാവരും ശിക്ഷിക്കണം. അത് തൊപ്പിയാണെന്നോ, ഇപ്പോൾ നിലവിൽ ഖാദർ കരിപ്പോടി എന്തോ കേസിൽ ഇപ്പോൾ ഖാദർ കരിപ്പോടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും എല്ലാവരും ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അപ്പം ഞാൻ കേരള പോലീസിനോട് ഒരു കാര്യം പറയുകയാണ്, ഇത്രയും സംവിധാനമുണ്ടായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തൊപ്പിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? ഇത്രയും സംവിധാനമുണ്ടായിട്ടും എത്ര ദിവസമായി എന്തുകൊണ്ടാണ് തൊപ്പിയെ അറസ്റ്റ് ചെയ്യാത്തത്? പൈസ, അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പൈസയുടെ പവർ ആയിരിക്കും. തൊപ്പി അറസ്റ്റ് ചെയ്താൽ ഇപ്പോൾ കുറേ പേര് പറയും ഇന്നാളില്ലായ വൈനായിലെ രാജീവ് നടക്കാൻ കമ്മൻ ഇടുന്നുണ്ട്, തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ നിങ്ങളാണ്. വളരെ വളരെ പുച്ഛം നിങ്ങളോടാണ് എനിക്ക് ഈ പോലീസിനോട് പറയാനുള്ളത്. വളരെ വളരെ മോശം. ഓക്കെ പുനഃപ്രേക്ഷകർ, നമുക്ക് മമ്മുവിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് കുറേ പേര് ഇപ്പോൾ നിലവിൽ പറയുന്നത് മമ്മു പാവമാണ്, മമ്മുവിനെ തൊപ്പി കുടിക്കതാണ്, മമ്മു നല്ലൊരു പയ്യനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അന്ന് ട്രെയിനിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പാവം ഒരു ടിയുടെ ജീവിതമാണ് ഈ പറയുന്ന മമ്മു എന്ന വൃത്തികെട്ടവൻ ഇല്ലാതാക്കിയത്. ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഇപ്പൊ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടി വരുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്യമാണ്. പോലീസ് സാറുമാരെയും നമുക്ക് പഠിപ്പിച്ച അധ്യാപകരെയും നമ്മുടെ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും അമ്മനെ അച്ഛനെ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരെയും ബഹുമാനിക്കണം. ഓക്കെ, ഈ ഒരു മമ്മു ട്രെയിനിൽ വെച്ച് ചെയ്തത് എന്റെ പ്രൂഫ് കിട്ടിയ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയ അന്റെ പ്രൂഫ് കൊണ്ടുപോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആവാൻ വേണ്ടിട്ട് വരല്ലേ? ഓക്കെ ഫേമസ് ആണ് എന്റെ അടുക്ക് ഒന്നും പറ്റില്ല, വേഗം എടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസാണ് മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചു തന്നാ മുഖം കാണിച്ചു തന്നാ ഒന്നും കുഴപ്പമില്ല സാറേ. വേണേ പൈസ വേല വേണമെങ്കിൽ വന്നു കമൺ കമൺ എവിടെ സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും നമ്മളൊരു ഓക്കെ, ഇതിന്റെ ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഒരു സാധാ പോലീസിനെ നാണം കെടുത്തുകയാണ് ലൈവ് ഇട്ടിട്ട്. ഇതൊക്കെ എന്താണ് മമ്മു? അപ്പൊ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, തൊപ്പിയാണ്, എന്തു വന്നാലും തൊപ്പി ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി വീഡിയോ വെച്ച് തരാം. തൊപ്പിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ 4 എണ്ണമാണ്. ഈ സെമീർ അടങ്ങുന്ന ഇവരുടെ ഗ്രൂപ്പാണ്. അതായത് ഇവരുടെ ഗ്യാങ് പൊട്ടാൻ കാരണം ഒരു കാര്യം പറയാം, അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. MDMA പോലെയുള്ള മാരക വിഷങ്ങളാണ് അവർ യൂസ് ചെയ്തത്. അതിനൊന്നും ന്യായീകരിക്കുന്നില്ല, തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. എന്നാൽ ഇതൊക്കെ പുറത്തു വരാൻ കാരണം ഇവർ തന്നെയാണ്. ഓക്കെ, ഇവർക്ക്, അതായത് മമ്മുവിന് തൊപ്പിയേക്കാൾ മുകളിലെത്തണം, ഷമീറിന് തൊപ്പിയേക്കാൾ മുകളിലെത്തണം, അതിനുവേണ്ടി തമ്മിൽ തല്ലിയിട്ടാണ് ഇവരൊക്കെ ഇതൊക്കെ പുറത്തു വന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. അടി കീറിയിട്ട് തന്നെയല്ലേ ഓൾറെഡി ഓടി പോലെ സാറേ. ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ സാറേ വേഗം വാച്ചിങ് കൂടി 3000 വേഗം വാച്ചിന് കൂടിയിട്ടാ ഫേസ് വാല്യൂ വേണ്ടേ? എന്താ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്, എന്താണ് ഇത് അവസ്ഥ? ഇതെന്ത് ഇവിടെ നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവോളൊക്കെ പോയി ഇത്രയും നേരം പറഞ്ഞോ ലൈവാകുമ്പോ മാന്യത അല്ലെങ്കിൽ എന്ത് സാറ് ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഇത് കണ്ടത് ആ ഒരു സമയത്ത് കണ്ടത് മില്യൺ കണക്കിന് ആൾക്കാരാണ്. തൊപ്പിയാണ് ലൈവ് ഇടുന്നത്. തൊപ്പി ഈ പറയുന്ന മമ്മു ലൈവ് ഇട്ടിട്ട് അതിനുശേഷം തൊപ്പിയുടെ കമ്പ്യൂട്ടറിൽ ഇത് പോകുന്നുണ്ട്. അതിനുശേഷം എത്രയോ പേരാണ് ആ പോലീസ്, ആ സാധുവായ മനുഷ്യന് പിറ്റേ ദിവസം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ആ ഒരു ടിയെ ഇവറ്റകൾ, ഈ ജന്തുക്കൾ ആക്രമിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ നോക്കിക്കോളൂ. ഓക്കെ ഇത്ര നേരം നമുക്ക് ഇപ്പം പോയാ ഞാൻ പറയാം. ടീറ്റാർ ഇന്നോട് എന്തെല്ലാം ചോദിച്ചത്? എന്താ മെഡിക്കൽ എടുക്കാനാ? വെറും മറ്റടുത്ത ചോദ്യമാണ് ചക്കനോട് ചോദിച്ചത്. മുത്ത എന്താണ് ഈ ചങ്ങായിന്റെ പേര്? മുത്തിങ്ങോ തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. അവൻ വിളിച്ചിട്ട് വരുന്നില്ല.
എടാ, അന്റെ proof, അന്റെ proof തരാം. ടീച്ചർ ഇറങ്ങുന്നില്ല. ഓ വാ ഇത് എടുത്തൊക്കെ കാരക്കല്ലാറ്റ് ബാഗിലുണ്ടല്ലോ. എല്ലാം ഉണ്ടാ സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ അടിച്ചോ അത്ര അടിച്ചോ ഓക്കെ നമ്മളിനിപ്പോ സ്റ്റേഷനിലാണ് പോകുന്നത്. ടീച്ചർ അറിയില്ല. പ്രിയ അതിഥി ബാബാ ടീച്ചറാണ്. ഇത് ഫ്ലൈറ്റ് തിന്നതാ. എന്ത് വർത്താനം ചെക്കനോട് അല്ലല്ല ഓനോട് ചോദിക്കണ്ട കാര്യം ചോദിക്കണ്ടേ അല്ല നീ എന്നാ പറ ചോദിക്കാ ടീച്ചറെ എടാ പ്രൂഫ് അവിടെ പോയ അപരാധിച്ച വർത്താനോട് നിങ്ങൾ എന്താ പേര് നോക്കട്ടെ എന്റെ സാറില്ല ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എന്ത്? അല്ല സാറേ എവിടെ പോന്ന് എവിടെ പോന്ന അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചോദിക്കണം ഇയാളോട് ഇപ്പൊ അടിക്കണ്ടേ അടിക്കണ്ടേ എന്താ ഇപ്പൊ അടിക്കണ്ടേ ചേട്ടൻ മുക്കിന്റെ മുമ്പിൽ അറിയേണ്ടത് ഡ്രഗ്സ് അടിച്ചിനോ ഡ്രഗ്സ് അടിച്ചിനോ ചോദിക്കണം ഡ്രഗ്സ് അടിച്ചിനോ ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയണോ പോലും സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചിനോ എന്താണ് അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ പോന്ന് പറഞ്ഞിട്ട് അവരെന്നെ കഥ ഉണ്ടാക്കാം അവർ പറഞ്ഞ വീഡിയോ അവരെന്നെ കഥ ഉണ്ടാക്കാം ഇതാരാ പുതിയ സ്റ്റാഫിനെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ഡ്യൂട്ടി അടിക്കാൻ വരുത്താ മൈനർ അടിക്കാൻ വരുത്താ നിങ്ങൾ റീൽ ഉണ്ടാക്കുക നമ്മളെന്നെ പറഞ്ഞ നമ്മളെന്നെ ഉണ്ടാക്കാം നമുക്കവിടെ പണിയില്ല. മാന്യമായ സാറാണ് വളരെ സാർ മുഖം നോക്കിയാൽ ഓക്കെ, ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും ടിക്ക് ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റിന്റെ കേസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഡ്രഗ് യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ബഹളം വെച്ചാലോ അതൊക്കെ ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന ടിക്ക് അവകാശമുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ലൈവ് ഇട്ടിട്ട് വളരെ വളരെ മോശമായിട്ട് ടിയോട് സംസാരിക്കുന്നത് ശരിയാണോ? അതായത് ആ മമ്മുന്റെ നാക്കിലൊന്നും കൊടുക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കേണ്ട സമയത്ത് ഇത് അദ്ദേഹത്തെ നാണം കെടുത്തുകയാണ്. തൊപ്പിയുണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാത്തിനും തൊപ്പിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു കർമ്മ ഇവനെ കിട്ടാതിരിക്കോ? പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും പറയണം. ഇതാണ് യഥാർത്ഥത്തിൽ കർമ്മ എന്ന് പറയുന്നത്, ദൈവം കൊടുക്കുന്ന ശിക്ഷ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു തെറ്റ് ചെയ്താൽ 5-6 വർഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തിരിച്ചടിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉറപ്പായിട്ടും തിരിച്ചടിക്കും. അതാണ് കർമ്മക്ക് നല്ല പവറാണിപ്പോൾ. ഈ മമ്മുനും നിലവിൽ കിട്ടുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ തൊപ്പി ഈ പറയുന്ന മമ്മൂനും ഷമീറിനും ഇവറ്റകൾക്ക് എല്ലാത്തിനും നല്ലോണം പൈസ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിരുന്നു. ഞാൻ തൊപ്പി ഇപ്പോൾ പൊക്കി പറയുന്നൊന്നുമല്ല, തൊപ്പി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ഈ കാര്യം പറയണം. ഓക്കെ, പൊന്നുപോലെ നോക്കിയതായിരുന്നു തൊപ്പി. ഇവറ്റകൾക്ക് തൊപ്പിയെപ്പോലെ ആവണം. ഇവറ്റകൾ ഒരു പ്ലാൻ ഇടുകയാണ്. തൊപ്പിയെയും റാംബോയെയും ഒറ്റപ്പെടുത്തിയിട്ട് ഇവറ്റകൾ ഈ മമ്മടങ്ങുന്ന ഷമീർ അടങ്ങുന്ന ഇവറ്റകൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യാം, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അതിന് തൊപ്പിയെ ബലി കൊടുത്തതാണ്. എല്ലാവരും പെട്ടു എന്ന് മാത്രം. ഓക്കെ, എല്ലാവരും പെട്ടു. ഇപ്പൊ തൊപ്പിക്ക് ഇനി ഒരു മാസമായിട്ടുള്ള തിരിച്ചുവരവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പി നിരപരാധി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തൊപ്പിക്ക് നിലവിൽ ഇപ്പൊ കമന്റ് ബോക്സിൽ ചില കമന്റൊക്കെ തൊപ്പിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവറ്റകൾക്ക് ഈ പറയുന്ന ഷമീർ ഏതോ തട്ടുകടയിൽ പണിയെടുക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ അണക്ക് മമ്മൂനോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ മമ്മൂന് പറ്റിയ പണിയേ അല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരുമിച്ചിരുന്നിട്ട്, അതായത് 4 പേരും ഒരുമിച്ച് കിടന്നിട്ട് ഈ പറയുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇവറ്റകൾ ഓരോന്നിനെ ഇട്ട് ബലി കൊടുക്കുമ്പോൾ തൊപ്പിയുടെ കേസിൽ നമ്മളൊക്കെ കണ്ടപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ ഷൂട്ടാവത്തില്ല. മമ്മൂനോട് പറയാനുള്ളത് എന്തായാലും പുറത്തിറങ്ങും. 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ, ഇത് വലിയൊരു കേസ് മമ്മു പീഡിപ്പിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ സാധിക്കുന്നത്, പിന്നെ അറിയത്തില്ല. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജീവിക്കുക, സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക, നല്ലതിനാണ് പറയുന്നത്. ഈ പറയുന്ന തൊപ്പിക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ എന്തായാലും വരും ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കേരള പോലീസിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്യണം. കുറ്റം ചെയ്തവർ എല്ലാവരും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.